പ്രിയമുള്ളവരെ, കാലചക്രം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസങ്ങളും നമുക്ക് വിലയേറിയതാണ്. ഈ ലോകത്തിൽ പലവിധമായ അറിവ് സമ്പാദിക്കുവാൻ മനുഷ്യർ ബന്ധപ്പെടുകയാണ്. പഠനത്തിലൂടെ അറിവ് സമ്പാദിക്കുന്നു, അനുഭവങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുന്നു, ജ്ഞാനം സമ്പാദിക്കുന്നു. ദിനംതോറും നാം വായിക്കുന്നതായ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ, പത്രവാർത്തകളിൽ കൂടെ മനുഷ്യർ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ അറിവ്, ജ്ഞാനം, വിവേകം എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? നാം അറിയേണ്ടത് എന്താണ്? അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ചില പ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് ഈ പകൽക്കാലം പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹോശിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഹോശിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ നോക്കി പറയുന്ന ഒരു മനോഹരമായ ദൂത്, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, അവരുടെ സ്ഥിതിയെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്യം. പരിജ്ഞാനമില്ലാകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായി ഇരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ മക്കളെ മറക്കും. വളരെ അർത്ഥമുള്ള ഒരു മനോഹരമായ അവൻ ദൈവത്തിൻ്റെ സന്ദേശമാണ്. പരിജ്ഞാനമില്ലായ്കയാൽ ജനം നശിച്ചു പോകുന്നു. അതെ, ഇന്ന് പലരും അബദ്ധത്തിൽ പെടുന്നത്, അപകടങ്ങളിൽ പെടുന്നത്, മരണത്തിൽ പോയത്, അല്ലെങ്കിൽ രോഗികളായി തീർന്നത്, പാപശാപങ്ങളിൽ കിടക്കുന്നത് അവർക്ക് പരിജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. യഥാർത്ഥമായി അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയാത്തത് കൊണ്ട് അനേകർ വിശ്വസിക്കുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വഴി എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പരിജ്ഞാനം അത് വന്നിട്ടില്ല. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് ദൈവവചനം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ കേൾവിക്കാരോട് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് സംസാരിക്കുമാറാകട്ടെ. പരിജ്ഞാനമില്ലാകയാൽ ജനം നശിച്ചു പോകുന്നു. കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ ജോലി സ്ഥലങ്ങളിൽ പോരാട്ടങ്ങളുണ്ട്, തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോരാട്ടങ്ങളിലൂടെ പോകുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരം എന്ന് വേണ്ട ഓരോ വിഷയങ്ങളാണ്. ഓരോ ദിവസങ്ങളും മാറി മാറി വരുമ്പോൾ പലവിധമായ ഞരക്കങ്ങളാൽ കടന്നു പോകുന്ന പലരുടെ ഫോൺ കോളുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും പറയുന്ന വിഷയങ്ങൾ കേട്ടാൽ വളരെ ഭാരപ്പെടുത്തുന്ന, വളരെ ദുഃഖിപ്പിക്കുന്ന, വേദന ഉളവാക്കുന്ന വിഷയങ്ങൾ പലരും പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളും പോരായ്മകളും പോരാട്ടങ്ങളും എന്തുകൊണ്ടെന്ന് നമുക്ക് തിരിച്ചറിവ് പ്രാപിക്കേണ്ടതിന് പരിജ്ഞാനമുണ്ടാകണം. ദൈവവചനം പറയുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. അതിൻ്റെ 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്കയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അറിവില്ലായ്കയാൽ, ശത്രു അപഹരിച്ച് കൊണ്ടുപോയത് കൊണ്ടല്ല, യുദ്ധത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടല്ല, അറിവില്ലായ്കയാൽ പരാജയപ്പെട്ടു പോകുന്നു. അറിവില്ലായ്കയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. ഇന്ന് പലതും ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാതലായ വിഷയമെന്ന് പറയുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്, സത്യവചനത്തെ അറിയാത്തത് കൊണ്ടാണ്, യഥാർത്ഥമായ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. എന്താണ് ജീവിതത്തിൽ ആമേൻ നമ്മുടെ വിടുതലിൻ്റെ വഴിയെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഒരിക്കൽ ഒരു ന്യായാധിപതി അല്ലെങ്കിൽ ഒരു ജഡ്ജ് ആമേൻ ഒരു കൊലക്കുറ്റത്തിൽ തടവിന് ശിക്ഷിക്കപ്പെട്ട് ആമേൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ രക്ഷിക്കേണ്ടതിന്, ആ കൊലക്കുറ്റവാളിയെ രക്ഷിക്കേണ്ടതിന് ജഡ്ജ് തന്നെ ആ വിടുതലിൻ്റെ കത്തുമായി അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹത്തിലേക്ക് വരുവാനിടയായി.
ആ കാരാഗ്രഹത്തിലെ കാവൽക്കാരൻ പോയി ആ തടവറയിൽ കിടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ കാണുവാൻ ഒരു ബഹുമാനീയനായ വ്യക്തി വന്നിരിക്കുന്നു. ആ തടവറയിൽ കിടക്കുന്ന മനുഷ്യൻ തെറി വിളിക്കുവാനിടയായി. അദ്ദേഹത്തെ കാണുവാൻ കൂട്ടാക്കിയില്ല. അവൻ വളരെ വിദ്വേഷത്തോട്, കയ്പോട്, പകയോട് തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സകല കോപവും ആ വ്യക്തിക്ക് വിരോധമായി പറയുവാനിടയായി. ആ വ്യക്തി അവൻ വീണ്ടും വീണ്ടും നിന്നു. ആ മനുഷ്യനെ കാണുവാനായി ശ്രമിച്ചു. തൻ്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. വേഗത്തിൽ വന്ന് ആ കത്ത് ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. ഇവൻ പറഞ്ഞ വാക്കൊന്നും കൂട്ടാക്കാതെ കത്ത് കയ്യിൽ കൈമാറിയപ്പോൾ അവൻ കോപത്തോടുകൂടെ, ആക്രോശത്തോടുകൂടെ ആ കത്ത് വലിച്ചു കീറിക്കളയുവാനിടയായി. ആ ജഡ്ജ് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ഒരു പ്രത്യേകമായ ദിവസത്തിൽ അവനെ മരണത്തിന് വേണ്ടി വിധിച്ചു. ആ മരണത്തിലേക്ക് അവൻ കടന്നു പോകുന്നതിന് മുൻപ് അതേ ന്യായാധിപതി വന്നിട്ട് അവനോട് ഒരു കാര്യം പറഞ്ഞു, മകനെ, ചില ദിവസങ്ങൾക്ക് മുൻപിൽ നിന്നെ കാണുവാൻ നിനക്ക് ജനാധിപതിയുടെ കരുണാസമ്മത പത്രം, അതായത് നിൻ്റെ വിടുതലിൻ്റെ പത്രവുമായി ഞാൻ നിൻ്റെ അരികിലേക്ക് വന്നു. എന്നാൽ നീ ദേഷ്യത്തോട് വഴക്ക് പറഞ്ഞത് മാത്രമല്ല, തെറി വിളിച്ചത് മാത്രമല്ല, നിൻ്റെ വിടുതലിൻ്റെ കത്ത് നീ കീറിക്കളയുവാനിടയായി. ആ മനുഷ്യന് പ്രകാരം പറഞ്ഞു, ഞാൻ ചെയ്ത കൊലക്കുറ്റത്തിനല്ല ഞാൻ ഇന്ന് ശിക്ഷിക്കപ്പെടുന്നത്. എനിക്ക് ലഭിച്ച വിടുതലിനെ ഞാൻ മനസ്സിലാക്കാതെ ആ കത്തിനെ കീറിക്കടയുകയും എന്നെ സ്നേഹിച്ചു വന്ന ന്യായാധിപതിയോട് മോക്ഷമായി പെരുമാറിയത് കൊണ്ട് ഞാൻ ഇന്ന് ഈ മരണത്തിലേക്ക് പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിൽ ദോഷങ്ങൾ വന്നതിൻ്റെ കാരണം, പലരുടെയും ജീവിതത്തിൽ അടിമത്വങ്ങൾ കടന്നു വന്നതിൻ്റെ കാരണം, നാശം കടന്നു വന്നതിൻ്റെ കാരണം അറിവില്ലാത്തത് കൊണ്ടാണ്. തന്നെ സ്നേഹിച്ചു വന്ന ന്യായാധിപതിയെ ആ മനുഷ്യൻ തള്ളിക്കളഞ്ഞതുപോലെ നമ്മെ തേടി വന്ന, നമ്മെ തെരഞ്ഞെടുത്ത ആ നല്ല കർത്താവിനെ തള്ളിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്കയാൽ, അറിവില്ലായ്കയാൽ നശിച്ചു പോകുന്നു. ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചില അറിവുകളെക്കുറിച്ച് വേഗത്തിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം സങ്കീർത്തനത്തിൽ മോശ എന്ന് പറയുന്ന കർത്താവിൻ്റെ പ്രവാചകൻ ആ സങ്കീർത്തനം രചിച്ചപ്പോൾ പ്രകാരം പറഞ്ഞു, നമ്മുടെ ആയുസ്സിൻ്റെ വർഷം 70, ഏറെയായാൽ ബലത്തും ഉള്ളത് കൊണ്ട് 80 തീരാം. എന്നാൽ ആ ആയുസ്സിനെ കുറിച്ച് ഭക്തൻ മോശയ്ക്ക് അറിവുണ്ടായിരുന്നു. ആമേൻ. 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യം, നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ, ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. ഭക്തനായ യോബിൻ്റെ ജീവിതത്തിൽ പറയുവാൻ മനോഹരമായ ഒരു വചനമായി വെളിപ്പെടുകയാണ്. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ, ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. ഇന്ന് പലർക്കും പലതും അറിയാം, എന്നാൽ നാം ഇന്നലെ വന്നവ എന്ന് നമുക്കറിയത്തില്ല. ഈ ഭൂമി 6000 വർഷങ്ങൾക്കധികമായി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. 6000 വർഷങ്ങൾക്കധികമായി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ചു. അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതായ ദൈവം സകലതും അറിയുന്നു. എന്നാൽ 70 വർഷമോ 80 വർഷമോ ജീവിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്, എനിക്കറിയാത്ത കാര്യമൊന്നുമില്ല, എനിക്കെല്ലാം അറിയാം. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ അറിവ് കുറവുള്ളതാണ്. നാം ഇന്നലകളിൽ ജനിച്ചവരാണ്. നാം എന്നും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പോകുന്നവരല്ല. മനുഷ്യൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഒരു നിഴലത്രേ. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ആയുഷ്കാലം ഓട്ടാളനേക്കാൾ വേഗം പോകുന്നു, അത് നന്മ കാണാതെ ഓടിപ്പോകുന്നു. അതെ, നമ്മുടെ ആയുസ്സിൻ്റെ കാലം ഒരു ഓട്ടക്കാരനെ പോലെ അത് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. 90-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യത്തിൽ മോശ എവിധമായി പ്രാർത്ഥിച്ചു, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ നാം അറിയേണ്ട
അറിയേണ്ട ഒന്നുണ്ട്, നമ്മുടെ നാളുകളെ എണ്ണുവാനുള്ള അറിവ്. ഈ ഭൂമിയിൽ നാം വാങ്ങുന്ന പല സാധനങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ട്. ഒരു വാച്ച് മേടിച്ചാൽ, ഒരു കമ്പ്യൂട്ടർ മേടിച്ചാൽ, ഒരു മൊബൈൽ ഫോൺ മേടിച്ചാൽ, ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ, എന്ത് ഉൽപ്പന്നങ്ങൾ മേടിച്ചാലും വാറണ്ടി കൊടുക്കപ്പെടുകയാണ്. ആ ഗ്യാരണ്ടി പീരീഡിൽ അത് നഷ്ടമായാൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ അത് തിരിച്ചു തരുവാൻ കമ്പനിക്കാർ ബാധ്യസ്ഥരാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ ഗ്യാരണ്ടി ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി. ജനിച്ച് വീണതായ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിരുന്നു. എന്നാൽ 3-ാം ദിവസമാകുമ്പോൾ മാരകമായ രോഗം പിടിപെട്ട കുഞ്ഞെന്ന് ഡോക്ടർമാർ വിധി എഴുതുവാനിടയായി. അവൻ വളരെ പ്രതീക്ഷയോട് ജനിച്ച കുഞ്ഞിൽ അവൻ രോഗമുണ്ട്, നടക്കുവാൻ കഴിയാതെ, സംസാര ശേഷിയില്ലാതെ, അവൻ പല പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു സാക്ഷി ഞാൻ കേട്ടു. അവൻ ഒരു പ്രിയ ദൈവദാസൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മകൾ ജനിച്ചു. ആ കുഞ്ഞിന് കരളില്ല. ഇങ്ങനെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആയുസ്സിൻ്റെ കാലം എത്രയാണ്? നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല, ഒരു നിഴൽ പോലെയാണ് ഈ ജീവിതം. ആമേ, നമ്മെ വിട്ട് വേഗത്തിൽ കടന്നു പോകും. അതേ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 39-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. അതേ, ഒരു ശ്വാസം പോലെയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. ഇത് നാം മനസ്സിലാക്കണം. ഇന്ന് പലരോടും പലരോടും പിണക്കം, ആമേൻ, ഏഷണി പറയുക, അസൂയ കൊണ്ട് നിറഞ്ഞ് ആരെയും ആമേൻ എന്തെങ്കിലും ചെയ്യാമെന്ന് നടക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം നിൽക്കുന്നത്. വഷളത്വം നിറഞ്ഞ ഒരു തലമുറ, അനുസരണം കെട്ടതായ മക്കൾ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, തമ്മിൽ പരസ്പരം സ്നേഹമില്ലാത്തവർ, കടിച്ചു കീറുന്ന ചെന്നായികളെപ്പോലെ മൃഗതുല്യരായി ജീവിക്കുന്ന ഒരുപറ്റം ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്കയാൽ നശിച്ചു പോകുന്നു. നമുക്കൊരു പരിജ്ഞാനം വേണം. നമ്മുടെ നാളുകളെ എണ്ണുവാൻ, നമ്മുടെ ദിവസങ്ങൾ അല്പകാലത്തേക്ക് മാത്രമുള്ളൂ. അല്പനേരത്തേക്ക് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ജീവിതകാലം സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തെ ആരാധിച്ച്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിന്നുകൊണ്ട്, നമുക്ക് നൽകപ്പെട്ട ഈ ആയുഷ്കാലത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് സമാധാനത്തോടെ നമ്മുടെ ഓട്ടം തികച്ചു പോകണം. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട്, കോപം കൊണ്ടും ആമേൻ വഴക്കും വയ്യാവലികൾക്കും പുറകെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, നാളുകളെ എണ്ണുവാനുള്ള ഒരു അറിവ്, ജ്ഞാനം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. രണ്ടാമതായി, നാളെ എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. നാം ആരും ദൈവമല്ല, നാം എല്ലാവരും മനുഷ്യരാണ്. അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നതായി കുടുംബജീവിതം താളം തെറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. ജോലിയിൽ മുടക്കം വരുമോ നമുക്കറിയത്തില്ല. അടുത്ത നിമിഷം നാം ഈ ഭൂപരപ്പിൽ ഉണ്ടാകുമോ നമുക്കറിയത്തില്ല. നാളെ നടക്കുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ മനുഷ്യന് എത്രയെത്ര സ്വപ്നങ്ങൾ, മനുഷ്യന് എത്രയെത്ര ആഗ്രഹങ്ങൾ, എന്തെല്ലാം ചെയ്യണമെന്നുള്ള തിടുക്കം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ആമേൻ ലോകത്തെ ഒന്ന് നോക്കിയാൽ വളരെ തിരക്കുള്ളതായ ഒരു ലോകമാണ്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെന്ന് നോക്കിയേ, പറക്കുകയാണ്. സ്പീഡായിട്ട് പോകണം, വേഗത്തിൽ പോകണം, വേഗത്തിൽ ചെയ്യണമെന്ന്, വേഗത്തിൽ അധ്വാനിക്കണമെന്ന്. വേഗത നല്ലതാണ്, എന്നാൽ വിവേകവും കൂടെ വേണം. വേഗത നല്ലതാണ്, എന്നാൽ പരിജ്ഞാനവും കൂടെ വേണം. വേഗത നല്ലതാണ്, എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നവരും ജ്ഞാനം വേണം. 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ച് അവൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. സഭാപ്രസംഗി, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ രാജാവ് തൻ്റെ വാർത്തിക പ്രായത്തിൽ എഴുതിയ പുസ്തകമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം, സംഭവിപ്പാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ, അത് എങ്ങനെ സംഭവിക്കും എന്ന് അവനോട് ആര് അറിയിക്കും? അതെ, സംഭവിക്കുവാനിരിക്കുന്നത് എന്തെന്ന് ആർക്കും അറിയത്തില്ല. സംഭവിക്കുവാനിരിക്കുന്നത് എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. അത് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുണ്ട്, അതിനായി ദൈവത്തിന് സ്തോത്രം. ആമേൻ. വെളിപ്പാടുകൾ പറയുവാൻ ദൈവം മനുഷ്യരെ ആക്കി വച്ചിരിക്കുന്നു.
നല്ലതാണ്. എന്നാൽ നാളെയെ ചൊല്ലി നാം ഭാരപ്പെടേണ്ട. നാളെയ ദിവസം ദൈവത്തിനുള്ളതാണ്. യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് വിധമായി പറഞ്ഞു. 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അതേ, ഒരു ആവിയെ പോലെ ഉള്ളൂ. നാളത്തെ കാര്യം നമുക്കറിയത്തില്ല. നാളത്തേക്ക് വേണ്ടി നമുക്ക് സ്വരൂപിക്കുവാൻ കഴിയും, നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കുവാൻ കഴിയും, നാളത്തേക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. എന്നാൽ അതെല്ലാം നിവൃത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം, ദൈവത്തിൻ്റെ ഹിതമുണ്ടാകണം. മനുഷ്യന് ജ്ഞാനമില്ലാത്തത് കൊണ്ട്, മനുഷ്യന് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകരിലൂടെ പറയുകയാണ്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു. നീ എൻ്റെ വേദത്തെ മറന്നതുകൊണ്ട്, ന്യായപ്രമാണത്തെ മറന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മക്കളെ മറക്കും. എല്ലാ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പണിയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, അമ്മച്ചി, ആമേൻ, പിതാവേ, നമ്മുടെ ജീവിതം, ആമേൻ, നാളെ നമുക്ക് എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കൊരു പ്രത്യാശ വേണം. നല്ല ഒരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ദൈവത്തിന് വേണ്ടി നാം എന്തെല്ലാം ചെയ്തോ അതെല്ലാം നമ്മെ പിന്തുടർന്ന് വരുമെന്നുള്ളത് നാം മനസ്സിലാക്കുക. മൂന്നാമത്, നമുക്കുണ്ടാകേണ്ടതായ അറിവ്, നമുക്കുണ്ടാകേണ്ടതായ ജ്ഞാനം എന്താ? ഇന്ന് ലോകത്തിൽ ദൈവം എന്ന് പറയുന്നവ ഒരുപാടുണ്ട്, ദേവന്മാർ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ സത്യത്തെ നാം അറിയണം. ദൈവവചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും. യഥാർത്ഥമായ സത്യം അറിയണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണുകളെ കർത്താവ് തുറക്കണം. ജഡത്തിൻ്റെ കണ്ണുകളിൽ അവൻ ഈ ലോകത്തിലെ നിറം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഈ ലോകത്തിലെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ ജഡത്തെ കണ്ണുകൊണ്ട് നമുക്ക് വരുവാനിരിക്കും അപകടത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമുക്ക് മുൻപിൽ നിൽക്കുന്ന അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മറ്റു സ്നേഹിതരോ അവരെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ജഡികമായ കണ്ണുകൊണ്ട് ആത്മാവിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ദൈവത്തെ ഈ ജഡത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയത്തില്ല. ഹൃദയ ദൃഷ്ടിയെ കർത്താവ് പ്രകാശിപ്പിക്കണം. ഈ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാൽ മാത്രമേ, ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ മാത്രമേ സത്യ ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ദൈവവചനം പറയുന്നു, 1 കൊരിന്ത്യരുടെ പുസ്തകം 8-ാം അധ്യായം 4 മുതൽ 7 വരെ ഉള്ളതായ വാക്യങ്ങൾ, ദൈവം ആറ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്തൊക്കെ എന്നെല്ലാം പറയപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏക ദൈവമല്ലാതെ ദൈവമില്ല, ഏക ദൈവമില്ലാതെ ദൈവമില്ല. ആമേൻ. 1 കൊരിന്ത്യർ 8:4 ആമേൻ 2-ാമത്തെ ഭാഗം, ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ദൈവമക്കളെ, നമുക്കറിയേണ്ടതായ ഒറ്റ അറിവ്, പിതാവായ ഏക ദൈവം നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരവും സകലവും അവൻ മുഖാന്തരവും നാം ആകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ കാണുന്നത്, കാണപ്പെടാത്തത്, മറഞ്ഞിരിക്കുന്നത്, രഹസ്യമായത്, പരസ്യമായത്, സകലത്തെയും നിർമ്മിച്ച അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവം ഒരുവൻ എന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. ആ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ആമേൻ ബഹുമാനം നമുക്കുണ്ടാകണം. ഭയത്തോട് വിറയലോട് ദൈവത്തെ സേവിക്കണമെന്നുള്ള അറിവ് നമുക്ക് വരണം. ആ അറിവ് നമുക്കില്ലായാൽ, അല്ലാതെ പോയാൽ, ദൈവത്തിൻ്റെ പ്രവാചകൻ പറയാണ്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, മനുഷ്യരിൽ ആരും കണ്ടിരാത്തവനും കാണാത്തവനുമായ ദൈവം. ഈ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ, ആത്മാർത്ഥമായി അന്വേഷിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കും.
കൊടുക്കുമാറാകട്ടെ. ഒന്ന് നമുക്കുണ്ടാകേണ്ട വ്യക്തമായ അറിവെന്ന് പറയുന്നത് ഈ ലോക ജീവിതം അല്പനേരത്തേക്കേ ഉള്ളൂ എന്നുള്ളത് നാം ചിന്തിക്കണം. 2, നാളെക്കുറിച്ച് നമുക്കറിയത്തില്ല. 3, ദൈവം ഒരുവനേ ഉള്ളൂ, ഏക ദൈവമേ ഉള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. 4, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളും നിലവുകളും വലിയതാകുന്നു. അതെ, യെരമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാരം പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കായിട്ടുള്ളതല്ല, അത് സമാധാനത്തിന് ഹേതുവായിട്ടുള്ളത് തന്നെ. അതെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മരിച്ചു പോകുമെന്ന ഭയത്തോടു കൂടെ നീ ഇരിക്കരുത്. നാളെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കരുത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കരുത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്നുള്ള പ്രത്യാശയോടുകൂടി മുൻപോട്ട് പോകുവാൻ ഈ അറിവ് പ്രാപിച്ചവരായി, നിനക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള അറിവ് പ്രാപിച്ചവരായി പോകണം. അബ്രഹാം ഇസഹാക്കും തമ്മിൽ വിറകുമായി തീയുമായി കത്തിയുമായി യാഗം കഴിക്കുവാൻ പോകുന്നു. മകൻ്റെ ചോദ്യം, അപ്പാ കത്തിയുണ്ട്, അപ്പാ വിറകുണ്ട്, അപ്പാ തീയുണ്ട്, യാഗത്തിനുള്ള യാഗവസ്തു എവിടെ? അവിടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഒരു നല്ല മറുപടി നൽകുകയാണ്, എൻ്റെ അപ്പൻ, എൻ്റെ ദൈവം യഹോവ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ നൊമ്പരങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിലെ ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ മറുപടി കൊടുക്കുവാൻ സാഹചര്യമില്ലാതെ നാം നെട്ടോട്ടം ഓടുന്നതായ സാഹചര്യങ്ങൾ നാം വിളിച്ചു പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് എന്നുള്ളതായ ജ്ഞാനം, എന്നുള്ളതായ അറിവ് നമുക്കുണ്ടെങ്കിൽ പരിജ്ഞാനമില്ലാതെ നാം നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. മനുഷ്യൻ്റെ കൈ നോക്കത്തില്ല, വാ നോട്ടക്കാരായി മറ്റുള്ളവരെ നോക്കി നാം നിൽക്കത്തില്ല. കർത്താവിനെ ആശ്രയിക്കും, ദൈവം നമ്മെ പുലർത്ത്. 5-ാമതായി 1-2 ചിന്തകൾ കൂടെ പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളാൽ ജീവിക്കും. യേശു ഈ വചനം പറയുന്നതിന് മുൻപ് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ വെച്ച് ദൈവമായ കർത്താവ് അരുളപ്പാടായി അറിയിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 4-ാം വാക്യത്തിൽ ഇത് ഹല്ലേലൂയ മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളാലും ജീവിക്കും. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. എത്ര മനോഹരമായ വാക്യം! ഒന്ന് ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. 40 സംവത്സരങ്ങൾ വിതച്ചില്ല, അറുത്തില്ല, കളപ്പുറകളിൽ ചേർത്തില്ല. 40 സംവത്സരങ്ങൾ അവർ ജോലി ചെയ്തില്ല, ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല, വിറക് പൊറുക്കിയില്ല, പാചകം ചെയ്തില്ല. എന്നാൽ അവർക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി. ഇന്ന് ഒരു ദിവസം വേർതിരിച്ച് പ്രാർത്ഥിക്കുവാൻ മനുഷ്യർക്ക് സമയമില്ല. ലോകത്തിൽ പലതിൻ്റെയും പുറകെ ഓടുവാൻ മനുഷ്യൻ ആർത്തിയോടുകൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പണം സമ്പാദിക്കണമെന്ന് നെട്ടോട്ടം ഓടുകയാണ്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ചതിച്ചോ വഞ്ചിച്ചോ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് അനേകർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന് മുൻപായി ദ്രവ്യാഗ്രഹത്തിന് പുറകെ എന്ന് വേണ്ട ഈ ലോകത്തിലുള്ള ജോലി അധ്വാനമെന്നെല്ലാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ജോലി ചെയ്യണ്ടെന്ന് ദൈവവചനം പറയുന്നില്ല, ജോലി ചെയ്യണം. അധ്വാനിക്കേണ്ടെന്ന് ദൈവവചനം പറയുന്നില്ല, അധ്വാനിക്കണം. കൃഷി ചെയ്യണ്ട എന്ന് ദൈവവചനം പറയുന്നില്ല, കൃഷി ചെയ്യണം. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, പഠിക്കുമ്പോൾ, ലോകത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ
ദൈവവചനം അടിവറയിട്ട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 6:33 മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. അതെ, ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്, ആദ്യസ്ഥാനം ദൈവത്തിനാണ്, ആദ്യസ്ഥാനം പ്രാർത്ഥനയ്ക്ക്, ആദ്യസ്ഥാനം ആരാധനയ്ക്ക്, ദൈവമായുള്ള കൂട്ടായ്മയ്ക്ക് ആദ്യസ്ഥാനം കൊടുക്കുക. സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവവചനം പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളാലും ജീവിക്കും. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ പ്രശ്നമുണ്ടോ? പ്രാർത്ഥിച്ച് പരിഹരിക്കേണ്ട വിഷയം പ്രാർത്ഥിച്ച് പരിഹരിക്കുക. ഉപവസിച്ച് പരിഹരിക്കേണ്ട വിഷയം കുടുംബമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് വിടുതൽ പ്രാപിക്കേണ്ട വിഷയം ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിക്കുവാൻ നിരപ്പ് പ്രാപിക്കണം. മാനസാന്തരപ്പെടേണ്ടതിന് മാനസാന്തരപ്പെടണം, മടങ്ങി വരേണ്ടതിന് മടങ്ങി വരണം. ദൈവത്തിന് കൊടുക്കേണ്ടത് സാഹചര്യത്തിൽ ദൈവത്തിന് കൊടുക്കണം. ഓരോ അനുഗ്രഹത്തിനും ഓരോ വിടുതലിനും ദൈവം ഒരു ഫോർമുല വച്ചിട്ടുണ്ട്, അത് അനുസരിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ നന്മകൾ കൊണ്ട് മാത്രമല്ല നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക. അതിനെ ഞാൻ നന്മ കൊണ്ട് നിറയ്ക്കുമെന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം. ഈ കാലഘട്ടത്തിൽ ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനത്തിൽ കൂടെ അവൻ ജീവിക്കും. വചനമാണ് നമുക്ക് ആഹാരം. എപ്പോഴും പ്രാർത്ഥനയാണോ, എപ്പോഴും ഉപവാസമാണോ, എപ്പോഴും ആരാധനയാണോ എന്നെല്ലാം മറ്റുള്ളവരെ കളിയാക്കരുത്. പ്രാർത്ഥിക്കുന്നവർക്ക് വിരോധമായി എഴുന്നേൽക്കരുത്. നാം സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷയെ നാം ശ്രദ്ധിച്ചാൽ, യേശു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. യേശു അതികാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥിച്ചു, ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ജീവിതവും പ്രാർത്ഥനയും ഒരുമിച്ച് പോയി. അതേ പ്രിയപ്പെട്ടവരെ, നാമും പ്രാർത്ഥിക്കണം, കർത്താവോട് കൂടെ നിൽക്കണം. നമുക്കൊരു ജ്ഞാനം, പരിജ്ഞാനം, നമുക്കൊരു അറിവ് വേണം. എന്ത് അറിവ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ജോലി കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ധനം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ആരോഗ്യം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ കഴിവ് കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ലോക പിടിപാടുകൾ കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളാൽ ജീവിക്കുക. അതെ, ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉളവാക്കും. ഈ വചനം അത്ഭുതങ്ങളെ ചെയ്യും. ഈ വചനം രോഗികളെ സൗഖ്യമാക്കും. ഈ വചനം മരിച്ചവരെ ജീവനോടുകൂടി എഴുന്നേൽക്കും. വചനത്തെ മുറുകെ പിടിക്കുക, വചനത്തെ മാർബോട് ചേർത്ത് പിടിച്ച് വചനത്തിനു വേണ്ടി നിൽക്കുക. നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കും. അവസാനമായി കാതലായ ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രേക്ഷകരെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ജനം പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നെന്നാണ് ദൈവവചനം. യോഹന്നാന്റെ സുവിശേഷം 3:18-36 2 വാക്യങ്ങൾ വായിക്കാം. ഈ വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അതെ, നമുക്കൊരു അറിവ് വേണം. ആരാകട്ടെ, വെളുത്തവരാകട്ടെ, കടുത്തവരാകട്ടെ, പണക്കാരാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, കഴിവുള്ളവരാകട്ടെ, കഴിവില്ലാത്തവരാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, ദൈവവചനം പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവന്, പുത്രനാം യേശുവിൽ, രക്ഷകനായ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവന് ന്യായവിധി ഉണ്ട്. 36 വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവെ വിശ്വസിക്കാതെ കർത്താവായ യേശുവിനെ തൻ്റെ കാലിൻകളെ തള്ളിക്കളയുന്നവർക്ക് ന്യായവിധിയുണ്ട്. എന്നാൽ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. പരിജ്ഞാനമില്ലാകയാൽ ജനം നശിച്ചു പോകുന്നു. നമുക്ക് ദൈവം പരിജ്ഞാനത്തെ തരട്ടെ. എന്താണ് ജ്ഞാനം? എന്താണ് പരിജ്ഞാനം? എന്താണ് വിവേകം? യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഹല്ലേലൂയ. ചിലത് മനസ്സിലാക്കുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. ഈ പകൽക്കാലം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ സന്ദേശം കേൾക്കുവാൻ ദൈവം സഹായിച്ചതിനായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് മുൻപ് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരും നശിച്ചു പോകരുത്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കും
പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണല്ലോ. പരിജ്ഞാനമില്ലാതെ ജനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച്, ഞങ്ങളുടെ രക്ഷകനെക്കുറിച്ച്, ഞങ്ങളുടെ ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കപ്പെട്ടവരായി ഈ അന്ത്യകാലത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിക്കണം. രോഗികളെ സൗഖ്യമാക്കണം, ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കണം, കടഭാരങ്ങളിൽ കുടുംബ തകർച്ചകളിൽ ആയിരിക്കുന്നവരെ ദൈവം വിടുവിക്കണം. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ വഴികളെ തുറക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. മഹത്വം കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നികൾക്കണം. നല്ല പിതാവേ, ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗാഡ് ബ്ലെസ് യു.